ഞാൻ ഈ പായ്ക്കിട്ടിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ്. ഈ മുടി എത്ര ഭംഗിയാന്ന് നോക്കിക്കേ. എല്ലാവരും ചെയ്ത് നോക്കണം. ജനനം മുതൽ മരണം വരെ നമ്മളുടെ തലമുടി വളരും. 100% റിസൾട്ട് കിട്ടിയ ഒരേ ഒരു പായ്ക്കാണ്. ഡേ 1 നല്ലതായിരുന്നു, ഇതിന്ന് ഡേ 2 ആണ്. എല്ലാവരും ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ് ഞാൻ. അതാണ് നിങ്ങളെ എന്നും ഞാൻ കാണിക്കുന്നത്. ഒന്നും വെറുതെ ആയി പോകത്തില്ല. സൂപ്പർ റിസൾട്ട് കിട്ടുന്നതാണ്. ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഡേ 2 നമ്മുടെ മുടി സംരക്ഷണമാണ്. മുടി എന്ന് പറയുന്നത് ജനനം മുതൽ മരണം വരെ വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാധനമാണ് മുടിയും നഖവും. അപ്പൊ ഞാൻ ഇന്നത്തെ ഡേ 2 മുടി വളരാനുള്ള പായ്ക്കും മുടിക്കുള്ളു വരാനുള്ള പായ്ക്കും എന്താണെന്നുള്ളത് നിങ്ങൾ കാണണം. അത് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. നോക്കിക്കേ, പായ്ക്ക് ഇട്ടപ്പോ തന്നെ റിസൾട്ട് നോക്കിക്കേ. നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്ക്. കണ്ട, അടിപൊളിയല്ലേ റിസൾട്ട്? അപ്പം എന്താണെന്നുള്ളത് അടിപൊളിയായിട്ട് വളരുമെന്നുള്ളത് 100% ഉറപ്പാണ്. എത്ര വയസ്സായാലും മുടി നഖം വളരും. അതുകൊണ്ട് നിങ്ങൾ ഇന്നലെ തൊട്ട് എൻ്റെ ഒപ്പം വരിക. മുടി വളരാൻ ആഗ്രഹമുള്ളവര്, ചിലവർ മുട്ട ടിപ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമേ തുടരുന്നുണ്ടെങ്കിൽ അത് തുടർന്നുകൊണ്ടിരുന്നു കേട്ടോ. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ പല ടിപ്സ് മാറി കാണിക്കുന്നതാണ്. ഞാൻ എന്താണേലും എൻ്റെ മുടി വളർത്താൻ കുറെ നീളം വെക്കണം. കാരണം നമ്മൾ അന്ന് വെട്ടിയില്ലായിരുന്നോ, അന്ന് വോളിയം ചെയ്യാൻ വെട്ടിയായിരുന്നല്ലോ. കണ്ടോ, വെട്ടിയതിന് മാത്രം ശകലം കൂടെ എനിക്ക് വളർന്നിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് എന്താണേലും കുറച്ച് ആൾക്കാരെ എൻ്റെ മുടി വളർത്തി. എനിക്ക് ശബ്ദ വാക്കാണ്, ഞാൻ വാക്ക് പറഞ്ഞ വാക്കാണ്, അതിനൊറ്റപ്പുറം ഇല്ല. അതിനാണ് ഞാൻ ഈ ചലഞ്ചിലോട്ട് വന്നത് തന്നെ. ഡേ 1, ഡേ 2 ഇന്നായി. നാളെ ഡേ 3 ഉണ്ട്. അങ്ങനെ എന്റെ ചലഞ്ച് നീണ്ടു പോ. ഒന്നും നെഗറ്റീവ് ചിന്തിക്കല്, പോസിറ്റീവ് തന്നെ ചിന്തിച്ച് എന്റെ മുടി ഞാൻ ഇനിയും നീളം വെപ്പിക്കും. വളർത്തും. എന്റെ മുടി കൊഴിയത്തില്ല, പോത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് പോകാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ 2 ആണ്. നമ്മുടെ മുടി വളർച്ചയുടെ ഡേ 2 എന്നുള്ള ഡേ 2 ആണ് ഇന്നത്തെ നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത്. ടിപ്സ് എന്നല്ല ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാണ്ടല്ലോ, ഈ മുടി എന്ന് പറയുന്നത് ജനനം മുതൽ മരണം വരെ നമുക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് സാധനങ്ങളുണ്ട്. തലമുടി, നഖവും. ഇത് രണ്ടും നമുക്ക് ജനിക്കുമ്പോൾ മുതൽ മരിക്കുമ്പോൾ വരെ നമുക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പം ഏതു പ്രായക്കാരിലും നമുക്ക് മുടി വളർച്ച ഉണ്ടാകും. അത് നിങ്ങൾ 100% നിങ്ങൾ മനസ്സിലാക്കിക്കോണം. എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ പറയുവാണ്. 100% മുടിയും നഖവും വളരും. അപ്പം നമുക്ക് നഖം വളർന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, മുടിയല്ലേ നമുക്ക് വളരണ്ടേ. അപ്പം ഇന്നത്തെ നമ്മുടെ ഹെയർ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മുടി വളരാനുള്ളതെന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓയിൽ മസാജ് നമുക്ക് ഫസ്റ്റ് പോയി ചെയ്യാം. നമ്മൾ ഫസ്റ്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ തലമുടിയെ ഓയിൽ കൊടുക്കുക. ഏത് ഓയിലാണോ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ ഓയിൽ നിങ്ങൾ പുരട്ടുക. കാരണം ഞാനിപ്പോൾ പുറത്ത് നിൽക്കുന്ന ഭയങ്കര വെയിലായതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെയാണ്. എൻ്റെ മുടി ഒരു തലപോലും പൊഴിയുന്നില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ ചെയ്യുവാണ് ഞാൻ. ഓയിൽ മസാജ്. ഇപ്പോൾ എൻ്റെ മുടി നല്ലതായിട്ട് തന്നെ നീളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയും കൂടെ നന്നായിട്ട് വളരാനുള്ള ഓരോ ടിപ്സാണ് ഓരോ ദിവസവും കാണിക്കുന്നത്. ഓയിൽ മസാജ് എന്ന് പറയുമ്പോൾ മുടിയെ നമ്മൾ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ചീകിയതിന് ശേഷം വേണം നമ്മൾ ഓയിൽ മസാജ് ചെയ്യാൻ. മുടി ഫസ്റ്റിന് തന്നെ നമ്മുടെ മുടി മൊത്തം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുനിച്ചും നിവർത്തിയും തിരിച്ചും മറിച്ചും എല്ലാം നമ്മളിങ്ങനെ ചീകി നമ്മൾ മുടിയെ ബ്ലഡ് സർക്കുലേഷൻ വരുത്തണം. കാരണം അന്നെങ്കിൽ മാത്രമേ നമ്മൾ ഓയിൽ മസാജ് ചെയ്തിട്ട് കാര്യമുള്ളൂ. തലയിലെ ജടയൊക്കെ ഞാൻ കളഞ്ഞു. അതെല്ലാം കളഞ്ഞിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ ഏതാ ചെയ്യുന്നത്, പാരച്ചൂട്ടിനെ നമുക്ക് തേക്കാം. നന്നായിട്ട് തന്നെ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. ഞാൻ ഒത്തിരി ഒന്നും വലിച്ചു വരത്തേക്കത്തില്ല, കുറച്ച് നന്നായിട്ട് തന്നെ ചെയ്യണം.
സ്കാൽപ്പേലും. എന്നിട്ട് ദേ ഇങ്ങനെ 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 കാണിക്കണം കേട്ടോ. കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. എന്നിട്ട് ഇവിടെ നിട്ട് ഇങ്ങനെ 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 തലയിൽ നന്നായിട്ട് തന്നെ ഇങ്ങനെ ഇട്ട് ബ്ലഡിന് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് ചെയ്തിട്ട് കെട്ടിവെക്കാം നമുക്ക്. ഞാൻ നന്നായിട്ട് ഓയിലൊക്കെ ചെയ്തു. ഇനി നമുക്ക് മുടി അങ്ങോട്ട് നമുക്ക് കെട്ടിവെക്കാവേ. 10 മിനിറ്റ് എന്നില്ല, ഞാൻ സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഓയിൽ മസാജ് ഇട്ടിട്ട് നമ്മുടെ ജോലിയെല്ലാം ചെയ്യാൻ പോകും. ജോലിയെല്ലാം ചെയ്തിട്ട് അതിന് മണിയൊന്നുമില്ല. നമ്മുടെ ജോലി എപ്പോൾ തീരുന്നോ അപ്പോഴാണ് ഞാൻ വന്ന് ഇത് അടുത്ത പായ്ക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ നിങ്ങളുടെ ജോലിയെല്ലാം ചെയ്തിട്ട് നിങ്ങൾ പായ്ക്കിടാൻ നോക്കിയാൽ മതി. ഞാനും അതുപോലെ തന്നെയാണ്. പായ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇതവിടെ ഇരുന്നോട്ടെ, ഉണ്ടാക്കുന്നിടം വരെ മുടിയിൽ എണ്ണ അങ്ങനെ ഇരുന്നോട്ടെ. ഞാൻ അങ്ങനെ കേട്ടോ. അപ്പോൾ നമുക്ക് പായ്ക്കിന് എന്തൊക്കെ വേണമെന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് നമ്മുടെ പായ്ക്ക് വേണ്ടിയിട്ട് പറിക്കാൻ വേണ്ടി നമുക്ക് പോകാം. അപ്പം നമുക്കുണ്ടല്ലോ ഫസ്റ്റിലെ തന്നെ ചെമ്പരത്തിയുടെ ഇന്നലത്തെ പൂവെടുക്കാം, ഇന്നത്തെ പൂവെടുക്കാം. കുറച്ച് ചെമ്പരത്തി പൂ ഒരു 3-4-5 എണ്ണം എടുക്കുക. പിന്നെ കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും കൂടെ എടുക്കുക. എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ, ഇതൊന്നും കുഴപ്പമില്ല. ഇതെല്ലാം എടുത്ത് ഇനി അടുത്ത എന്നാന്ന് കാണിച്ചു തരാവേ. അടുത്ത പായ്ക്ക് നമുക്ക് മുരിങ്ങയില. മുരിങ്ങയില എന്ന് ഉദ്ദേശിക്കുന്നത് കിളുന്നില വേണം കേട്ടോ. ഇങ്ങനത്തെ കിളുന്നില വേണം. ഇത് നമുക്ക് എടുക്കാം, ഇത് നമുക്ക് എടുക്കണം. അപ്പം ഇതും ഇതിനകത്തോട്ട് ഇടുക. ഇനി കറിവേപ്പില. ഇനി നമുക്ക് എന്നാ വേണം, കരിവേപ്പില വേണം കേട്ടോ. കരിവേപ്പില ഒരു 4-5 തണ്ട് കരിവേപ്പില വേണം. ഇത്രയും വേണം. ഇതും കൂടെ എടുക്കട്ടെ. ഇത് നമുക്ക് കൊട്ടയ്ക്കകത്ത് എടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് പുഴുവിനെ എല്ലാം നോക്കി വലയെല്ലാം നോക്കി കുറേ പ്രാവശ്യം നമുക്ക് കഴുകിയെടുക്കണം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വേനൽക്കാലൊക്കെ ആയതുകൊണ്ട് പൊടികൾ നിറച്ചുണ്ട്. നമ്മുടെ മുടിയുടെ തലയുടെ സ്കാൽപ്പേല് പൊടിയൊന്നും വരുത്താൻ പാടില്ല. സ്കാൽപ്പ് നല്ലതായിട്ട് ഇരിക്കണം. അപ്പം ഇതെല്ലാം കഴുകിയെടുക്കട്ടെ. ശരിക്കും പറഞ്ഞാല് ഇത് നന്നായിട്ട് പൂച്ചയെ പ്രാണി വല എട്ടുകാലി വല എല്ലാം കളഞ്ഞ് നല്ല വൃത്തി തന്നെ നല്ല ശുദ്ധമായ വെള്ളത്തിൽ കഴുകിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പേൽ അഴുക്കെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് മുടിക്ക് ചീത്തയാണ്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒലച്ച് കഴുകണം. ഒരു 3-4-5 പ്രാവശ്യം നിങ്ങൾ കഴുകണം കേട്ടോ. അല്ല ശരിയാകത്തില്ല. അതാണ് പറയുന്നത്. കാരണം അഴുക്കൊട്ടും അരുത്. പൊടിയും ഇതെല്ലാം നമ്മുടെ മുടിക്ക് ദോഷം ചെയ്യും. ഈ പൊടിയും എല്ലാം ഇരുന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ഞാൻ 3 പ്രാവശ്യം കഴുകി. ഇത് 4ാമത്തെ പ്രാവശ്യമാണ്. ഒലച്ച് കഴുകണം കേട്ടോ. ഒലച്ച് നന്നായിട്ട് കഴുകിയെടുക്കട്ടെ. എന്നിട്ട് കാണാം. കഴുകി നമ്മൾ മിക്സിയുടെ ജാറിനകത്തോട്ട് എടുക്കുക. ജാറിനകത്ത് എടുത്തിട്ട് കാണിക്കാം. എന്നിട്ട് നമ്മൾ ഇത് കിണറ്റിലെ ശുദ്ധമായ വെള്ളം കേട്ടോ. ഇത് കിണറ്റിലെ വെള്ളമാണ് ഈ ടാപ്പ് വഴി വരുന്നത്. ഇത് പൈപ്പിലെ സോളാണ്. അപ്പോൾ കിണറ്റിലെ വെള്ളം നമ്മൾ ശുദ്ധമായ വെള്ളം നന്നായിട്ട് ഇച്ചിരി വെള്ളം ഇരുന്നോട്ടെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് അരച്ചുകൊണ്ട് വരാം നന്നായിട്ട്. അപ്പം നന്നായിട്ട്
അരച്ചെടുത്തു കേട്ടോ. ഇനി നമുക്കിതിനെ അങ്ങോട്ട് അരിച്ച് എടുക്കാം. അരിച്ചെടുത്തില്ലെങ്കിൽ തലയെ മുഴുവൻ അരിച്ചെടുക്കാത്തവരാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം തലയ്ക്ക് ഇച്ചിരി നമ്മുടെ തലയിൽ ഇരിക്കുമെന്നേ ഉള്ളേ. അപ്പം നമുക്കിത് അരിച്ചെടുത്തിട്ട് കാണാം. അപ്പോഴേ ഇതാ കുറേയേറെ കിട്ടി. നമുക്കിനി പായ്ക്കിടാം. അപ്പം നമുക്ക് നമ്മുടെ ടിപ്സ് ഇത് ഹെയർ ഗ്രോത്ത് വളരാനുള്ള ഇത് നമുക്ക് കാണിക്കാം. ഇതാ നമുക്കിത് തേച്ചേക്കാം. 10 മിനിറ്റ് മുടി കെട്ടിവെച്ച് ഇരുന്നായിരുന്നു. ഇനി നമുക്ക് ഇതെല്ലാം തേക്കാം. തേച്ചിട്ട് നമുക്ക് കഴുകാം. തേച്ചിട്ട് നമുക്ക് കാണാവേ. തേച്ച് ഒരു 15 മിനിറ്റോളം ഇരിക്കണം. ഇരുന്നിട്ട് കഴുകിയിട്ടൊക്കെ നമുക്ക് കാണാം. പിന്നെ ഫുള്ള് നല്ല വൃത്തി ഫുള്ള് തേച്ചു. ഇനി നമുക്കൊരു 15 മിനിറ്റോ അരമണിക്കൂറോ എത്ര വേണേലും ഇരിക്കാം. ഇരുന്നിട്ട് കഴുകിയിട്ടൊക്കെ റിസൾട്ട് ഉണങ്ങിയതിന് ശേഷം കാണാം. ഇന്നത്തെ രണ്ടാമത്തെ ഡേ 2 ടിപ്സ് ആണ്. മുടി ഒന്ന് നോക്കിക്ക നിങ്ങൾ എങ്ങനെയുണ്ടെന്ന്. ഡേ 2 ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്റെ മുടി? അടിപൊളിയല്ലേ? അപ്പൊ നമ്മുടെ തലമുടിയുടെ ടിപ്സ്, നമ്മുടെ ഹെയർ പാക്ക് എല്ലാം കഴിഞ്ഞു. എല്ലാവർക്കും ഹെയർ പാക്ക് ചെയ്ത് നോക്കണം. അപ്പം ഹെയർ പാക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞ് എൻ്റെ മുടിയെല്ലാം ഉണങ്ങി നോക്കിക്കേ. ഇപ്പൊ തന്നെ മുടിക്കെന്ത് ഉള്ളു ഉടനടി തന്നെ ഉള്ളു വെച്ചതായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നല്ല ഉള്ളായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാന്? എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ഈ ഹെയർ പാക്ക് എന്ന് പറഞ്ഞാൽ ഉടനടി മുടി വളരാനുള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ട് വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം. ടാറ്റാ.